സീയോൻ പുത്രിയോട് പറയുക, ഇതാ നിന്റെ രാജാവ് വിനയാന്വിതനായി കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് നിന്റെ അടുത്തേക്ക് വരുന്നു. ഭൂമിയിൽ ഇന്നുവരെ ഒരു രാജാവും ഒരു പക്ഷേ തൻ്റെ ജീവിതത്തിൽ കഴുതയുടെ പുറത്ത് വന്നതായി കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ ഈ ലോകത്തിൻ്റെ തന്നെ രാജാവായ ഈശോ തിരഞ്ഞെടുത്തത് ഒരു പാവം കഴുതയുടെ കുട്ടിയെയാണ്. എന്തിനെന്നും ഈ ലോകം ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നവയ്ക്ക് പോലും ദൈവത്തിനു മുൻപിൽ വിലയുണ്ടെന്ന് കാണിക്കുവാൻ. വിനയമെന്നാൽ സ്വയം ഇല്ലാതെയാകുക എന്നതുകൂടിയാണ്. തൻ്റെ ശിഷ്യരെ ആ കഴുതയെ അഴിക്കാൻ പറഞ്ഞു വിടുന്ന കർത്താവ് അവരോട് പറയുന്നത് ഇപ്രകാരമാണ്: ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും ചോദിച്ചാൽ കർത്താവിന് അവയെക്കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക, അവനുടനെ തന്നെ അവയെ വിട്ടുതരും. അതെ, കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്നതാണ്. ഈശോയെ കൊണ്ട് നടക്കുന്ന ആ പാവം കഴുതക്കുട്ടിയാകാനാണ് നമ്മുടെയൊക്കെ ജീവിത നിയോഗം. എല്ലാവരും പുച്ഛത്തോടെ നോക്കിയിരുന്ന ആ കഴുതക്കുട്ടി പോലും ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ല തൻ്റെ ജീവിതം മാറ്റാൻ കഴിവുള്ളവനാണ് തൻ്റെ ചുമലിൽ ഇരിക്കുന്നതെന്ന്. ഒരുപക്ഷെ അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ നിമിഷങ്ങൾ എന്ന് പറയാം. തൻ്റെ സഹനങ്ങളുടെ കാൽവരി കയറും മുൻപ് ക്രിസ്തു തൻ്റെ രാജകീയ പ്രവേശനം നടത്തിയത് ഇപ്രകാരമായിരുന്നു. അവൻ വന്ന വഴികൾ മുഴുവൻ ആളുകൾ അവനെ സ്വീകരിച്ചു. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ പോലും വഴിയരികിൽ നിരത്തി. ഒലിവിൻ ചില്ലകൾ കൊണ്ടവർ വിളിച്ചു പറഞ്ഞു, ഉന്നതങ്ങളിൽ ഓശാന. അതിൻ്റെ പൂർത്തീകരണമായി ഈശോ പറയുന്നു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി. അവർ തങ്ങളുടെ വസ്ത്രങ്ങൾ പോലും വഴിയരികിൽ നിരത്തി. ഒലിവിൻ ചില്ലകൾ കൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഉന്നതങ്ങളിൽ ഓശാന എന്ന്. അതിൻ്റെ പൂർത്തീകരണമായി ഈശോ പറയുന്നു, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരെയും അധരങ്ങളിൽ നീ സ്തുതി ഒരുക്കി എന്ന്. അതെ, ക്രിസ്തു താൻ നേരിടാൻ പോകുന്ന സഹനങ്ങളുടെ ദിനങ്ങൾക്ക് മുൻപ് ഈ ദിനവും ആഗ്രഹിച്ചു. പക്ഷേ അവിടെ നിറഞ്ഞിരുന്നു ഈ പുകഴ്ത്തിയവർ തന്നെ തനിക്ക് എതിരാകുമെന്ന്. ഒരു രാജാവെന്നാൽ ഇത്രമേൽ എളിമപ്പെടാമെന്ന് ഈശോ കാണിച്ചു കഴിഞ്ഞു. ഈ ഒരു ഓശാന കടന്നു വരുമ്പോൾ നമുക്കും നൽകുന്ന ക്ഷണം അതാണ്: സ്വയം എളിമപ്പെടുക. ആ കഴുതക്കുട്ടിയെക്കുറിച്ച് തൻ്റെ ശിഷ്യരോട് ഈശോ പറഞ്ഞ പോലെ കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. അത് തിരിച്ചറിയുന്നിടത്താണ് ഒരുവൻ്റെ ജീവിതം ആനന്ദകരമാകുന്നത്. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഓരോ വ്യക്തിയെയും തമ്പുരാൻ ഭൂമിയിലേക്ക് അയക്കുന്നത്. കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുള്ള മേഖല നീ തിരിച്ചറിയുക. അത് തിരിച്ചറിയുന്നിടത്താണ് നിൻ്റെ ജീവിതം ഫലദായകമാകുന്നത്, ആനന്ദകരമാകുന്നത്. അപ്പോഴാണ് ഓശാന നിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഓശാന എന്ന വാക്കിൻ്റെ അർത്ഥം രക്ഷിക്കണേ എന്നായിരുന്നു. ഈശോയുടെ കാലമായപ്പോഴേക്കും അത് രക്ഷയുടെ പ്രഘോഷണമായി മാറി. ചുരുക്കത്തിൽ, കർത്താവിന് നിന്നെക്കൊണ്ട് ആവശ്യമുണ്ട്. നീ അത് തിരിച്ചറിഞ്ഞ് ജീവിക്കുമ്പോൾ ഓശാന, രക്ഷ യാഥാർത്ഥ്യമാകും നിൻ്റെ ജീവിതത്തിലും നിൻ്റെ ചുറ്റുമുള്ളവരുടെ ജീവിതത്തിലും. ഏവർക്കും ഓശാന തിരുനാൾ മംഗളങ്ങൾ.